കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിനായി കോടാനുകോടി നന്ദി. ഹൃദയത്തിൽ നിന്നുള്ള കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബിന്ദു. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ അവണാകുഴി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഷാജി. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 1/9/2023 കൃപാസനത്തെ പറ്റി അറിഞ്ഞത് എൻ്റെ അമ്മയോട് വീടിനടുത്തുള്ളവർ പറഞ്ഞിട്ടാണ് അവരിവിടെ കൃപാസനത്തിൽ വന്ന് സഞ്ചാരി മാതാവാണ് നമ്മുടെ കുടുംബത്തിൽ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മയോട് പറയാമായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ, എനിക്ക് മനസ്സിലായിരുന്നു ഇവിടെ വരാൻ വേണ്ടി. കാരണം ഇത്രയും ദൂരത്ത് എനിക്ക് വരാൻ പറ്റത്തില്ല. വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ 3 മാസത്തിലൊരിക്കൽ എനിക്ക് വരാൻ പറ്റത്തില്ല, എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേണോ വേണ്ടയോ എന്ന് പറഞ്ഞാണ് ആദ്യം ഉടമ്പടി എടുക്കാൻ ഞാനിവിടെ വന്നത്. എന്നാലും ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യം 6 നിയോഗം വെച്ചതിൽ 2 നിയോഗം എൻ്റേതായിരുന്നു. ഒന്ന് എൻ്റെ കേറ്ററ്റ് പാസ്സാകുന്നതിനും, രണ്ടാമത്തത് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ബ്ലീഡിങ് മാറുന്നതിന് വയറുവേദന ഉണ്ടായിരുന്നു, അത് മാറുന്നതിന് വേണ്ടിയായിരുന്നു. ഈ 2 നിയോഗമായിരുന്നു എൻ്റേതായിട്ട് ഞാൻ വെച്ചിരുന്നത്. ആ 2 നിയോഗവും ഇന്ന് മാറി എനിക്കിവിടെ നിൽക്കുവാൻ സാധിച്ചു. കേട്ടിട്ട് ഞാൻ എഴുതുന്നത് ആദ്യം ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ 2 പ്രാവശ്യം ഞാൻ എഴുതിയിരുന്നു. പക്ഷേ ഞാൻ തോറ്റുപോയി. 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ കേട്ടിട്ട് എഴുതാൻ ഡേറ്റ് എടുത്ത സമയത്ത് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ കേറ്റിട്ട് എഴുതാൻ വേണ്ടി അവിടെ പോയപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടുന്ന് വെഞ്ചരിച്ച ഉപ്പ് ഉണ്ടായിരുന്നു. അതിനെ ഞാൻ ഒരു നുള്ള് എൻ്റെ ഈ കയ്യിൽ ഒരു നുള്ളെടുത്തുകൊണ്ട് പോയിട്ട് എൻ്റെ ഡെസ്കിൻ്റെ പുറത്ത് രജിസ്റ്റർ നമ്പറിൽ അതിൽ വച്ച് ഒരു ശകലം ഉപ്പാണ് അതിൽ വച്ചിട്ട് ഞാൻ അതിനെ എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ആദ്യം അതിനെ എടുത്ത് അതിൽ കുരിശ് വരച്ചു. എന്നിട്ട് ഓമർ അതിൻ്റെ ഷീറ്റിലും കൂടെ ഞാൻ കുരിശ് വരച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് തന്നെ ഇവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും എനിക്ക് ആ സമയത്ത് തന്നെ എനിക്കൊരു അദൃശ്യ ശക്തി എന്നിൽ ഉണ്ടാകുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ട് ഞാൻ അത് എഴുതി കഴിഞ്ഞ് എപ്പോഴും എക്സാം എഴുതി അവസാനം വരെ മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് എഴുതി റിസൾട്ട് വന്നപ്പോൾ ഞാൻ 2023 തന്നെ ഈ കേറ്ററ്റ് പാസ്സായി എങ്കിലും പിന്നെ ഞാൻ ഏജ് ഓവറായിരുന്നു. എനിക്ക് പിന്നെ എക്സാം എഴുതാൻ PSC എക്സാം എഴുതാൻ പറ്റില്ല. ഞാൻ പ്രാർത്ഥിച്ചത് എവിടെയെങ്കിലും ഒരു പ്രൈവറ്റായിട്ട് സ്കൂളിലെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ അങ്ങനെ DDO ഓഫീസിൽ പോയി, എല്ലാ സ്കൂളുകളിൽ പോയി, എല്ലായിടവും ഞാൻ കയറിയിറങ്ങിയെങ്കിലും അവിടെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴത്തേക്കും ഒന്നേ റാങ്ക് ലിസ്റ്റിലുള്ളവരെ എടുക്കുമായിരുന്നു, അല്ലെങ്കിൽ അടുത്തുള്ളവരെ അവർക്കാണ് മുൻഗണന കൊടുക്കുമായിരുന്നു. എനിക്ക് കിട്ടിയില്ല. 2024 മൊത്തവും ഞാൻ കയറിയിറങ്ങിക്കൊണ്ടിരുന്നു സ്കൂളുകളിൽ, കിട്ടിയില്ല. അങ്ങനെ പക്ഷേ അവിടെ എല്ലാം ഡെയിലി വേജസ് ആയിട്ട് എടുത്തെല്ലാം സ്ഥിര പോസ്റ്റ് എല്ലാവർക്കും കൊടുത്തായിരുന്നു, റാങ്ക് ലിസ്റ്റിലുള്ളവരെ എടുത്തായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ പിന്നെ 2024 കംപ്ലീറ്റ് ഞാൻ കയറിയിറങ്ങി സ്കൂളുകളിൽ. 2025 ആയപ്പോഴത്തേക്കും ഞാൻ ഒരിടവും പോയില്ല. ഇനി എനിക്ക് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് 2024 ഡിസംബർ ആയപ്പോൾ എനിക്ക് 2 എക്സാമിന് അയക്കാൻ പറ്റുമായിരുന്നു. ഒന്ന് ഇടുക്കിക്കും ഒന്ന് കാസർഗോഡിനും. ആ ഇടുക്കി എക്സാം എഴുതിയിട്ട് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞ്, ചേട്ടാ ഇത് ഉറപ്പായിട്ട് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരും, അത്ര എളുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അത് പക്ഷേ ലിസ്റ്റിൽ പോലും എൻ്റെ പേര് വന്നിട്ടില്ലായിരുന്നു. അതങ്ങ് കളഞ്ഞു. പിന്നെ ഇനി കാസർഗോഡ് ഒരു വേക്കൻസിയാണ്, പിന്നെ എനിക്ക് കിട്ടില്ല. പിന്നെ അങ്ങനെ ഇരുന്ന് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അതൊക്കെ കളഞ്ഞ് ഇനി എനിക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യമില്ലാതെ എനിക്ക് ഒരു പ്രൈവറ്റായിട്ടെങ്കിലും ഒരു ജോലി കിട്ടിയെങ്കിൽ, സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൈവറ്റായിട്ടെങ്കിലും ഒരു ജോലി കിട്ടുമുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഒരിടവും പോയില്ല. പ്രാർത്ഥനയിൽ അങ്ങ് തുടർന്നുകൊണ്ടിരുന്നു. ഈ ഉടമ്പടിയും പുതുക്കി പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്ന് അങ്ങനെ അപ്പോഴാണ് ആഗസ്റ്റ് 2025 ആഗസ്റ്റ് ആയപ്പോൾ, ആഗസ്റ്റ് മാസത്തിൽ എക്സാം വന്നു. ആ കാസർഗോഡുള്ള എക്സാം എഴുതി.
എനിക്ക് കാത്തിരിക്കേണ്ടി വന്നില്ല. ആ ആഗസ്റ്റ് മാസത്തിൽ എക്സാം എഴുതി പിറ്റേ മാസം തന്നെ ഷോർട്ട് ലിസ്റ്റ് വരുന്നു. 9-ാം മാസത്ത് ഷോർട്ട് ലിസ്റ്റ് വന്നു. 10-ാം മാസത്ത് വെരിഫിക്കേഷന് പട്ടം PSC ഓഫീസിൽ വിളിക്കുന്നു. 11-ാം മാസമായപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ആയി. ഡിസംബർ 24-ാം തീയതി റാങ്ക് ലിസ്റ്റും വന്നു. എനിക്ക് 2ാം റാങ്കായിരുന്നു. ആദ്യം നോക്കിയപ്പോൾ പിന്നെ എനിക്ക് തോന്നി 4ാം റാങ്കെന്ന്. പക്ഷേ പിന്നെ അത് എൻ്റെ സീരിയൽ നമ്പറായിരുന്നു. റാങ്ക് നോക്കിയപ്പോൾ എൻ്റെ 2ാം റാങ്കായിരുന്നു എൻ്റെ പേര് കിടന്നിരുന്നത്. അങ്ങനെ 2ാം റാങ്ക് ലഭിച്ചു. പക്ഷേ അവിടെ ഒരേ ഒരു വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു വേക്കൻസി ഉണ്ടായിരുന്നിടത്ത് മാതാവ് 2025 ആയപ്പോഴത്തേക്കും ഒരു വേക്കൻസി ഇവിടെ കൊണ്ടുവന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ വെരിഫിക്കേഷന് പോയപ്പോഴാണ് അറിയുന്നത്, പട്ടത്ത് പോയപ്പോഴാണ് അറിയുന്നത് 2 വേക്കൻസി ഉള്ളതായിട്ട് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ അവിടെ വന്നാണ്ട് എനിക്ക് ഇതിൻ്റെ ഈ വെരിഫിക്കേഷൻ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. അവിടെ എല്ലാം എൻ്റെ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ പേരിൽ സ്പെല്ലിങ് തെറ്റ്, ഒരു സർട്ടിഫിക്കറ്റിൽ സ്പെല്ലിങ് തെറ്റുണ്ടായിരുന്നു. അതൊക്കെ തിരുത്താൻ വിമൻസ് പോളിടെക്നിക്കിൽ പോയപ്പോൾ അവിടെ നിന്നൊക്കെ മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉടനീളം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അതെല്ലാം സബ്മിറ്റ് ചെയ്തു. അങ്ങനെയാണ് 2ാം റാങ്ക് ലിസ്റ്റിൽ വന്ന് ഡിസംബർ ആയപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നു. ജനുവരി ആയപ്പോൾ എനിക്ക് അഡ്വൈസ് മെമ്മോ വന്നു. ഫെബ്രുവരി 25-ാം തീയതി ഞാൻ ജോയിൻ ചെയ്തു. കാസർഗോഡ് GHSS പൈവേളിക് നഗർ സ്കൂളിൽ ടീച്ചറായി ഞാനിന്ന് ജോലി ചെയ്യുന്നു. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹമെങ്കിലും പക്ഷേ എനിക്ക് അപ്പോഴേ വരാൻ സാധിച്ചില്ല. എൻ്റെ വരാനെന്ന് വെച്ചാൽ ഞാൻ അപ്പോഴും പെട്ടെന്നങ്ങ് ഹോസ്പിറ്റലിലായിപ്പോയി. തലകറക്കം മൂലം പെട്ടെന്ന് ഹോസ്പിറ്റലിലായിപ്പോയി. പിന്നെ അവിടെ ചെന്ന് ജോയിൻ ചെയ്തിട്ട് 24-ാം തീയതി ജോയിൻ ചെയ്തിട്ട് ഉടനെ തന്നെ 3 ദിവസത്തെ ലീവ് എടുത്ത് ഞാൻ അവിടെ നിന്ന് നേരെ പോകുന്നത് ഇവിടെയാണ്. ഇവിടെ വന്നപ്പോഴും എനിക്ക് ഭയങ്കര തലകറക്കം, നിൽക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു നല്ല സുഖമായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഞാൻ ഇന്ന് സുഖമായതിന് ശേഷം ഇന്ന് വന്ന് സാക്ഷ്യം പറഞ്ഞ് എൻ്റെ ഇത് എനിക്കൊരിക്കലും ഞാൻ 97-98 കാലയളവിൽ പഠിച്ച ഞാനാണ്. എനിക്കൊരിക്കലും ഒരു ഗവൺമെൻറ് ജോലി എനിക്ക് കിട്ടില്ല എന്നും എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എൻ്റെ മാതാവ് അവിടെയും എന്നെ 2ാം റാങ്കും തന്നു. 2ാമത്തെ ഒരു വേക്കൻസിയും കൊണ്ടുവന്നു. ആ ആദ്യത്തെ 2 പേരെയും അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എൻ്റെ 1ാമത്തെ ഏറ്റവും വലിയ സാക്ഷ്യമായി ഞാൻ കരുതുന്നു. 2ാമത്തെ സാക്ഷ്യം എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു, അതിനൊപ്പം വയറുവേദനയും. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഷോർട്ട് ലിസ്റ്റിൽ വന്നപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എനിക്കൊരു ജോലി കിട്ടിയാൽ എനിക്ക് പോകാൻ സാധിക്കില്ലല്ലോ. എനിക്ക് ഈ വയറുവേദനയും ബ്ലീഡിങ്ങും മാറിയാൽ മാത്രമേ എനിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇരുന്ന് ഞാൻ എപ്പോഴും ഇവിടെ പ്രാർത്ഥിക്കും. രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം 4 മണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് പോകുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് അച്ഛൻ കൈവെപ്പ് പ്രാർത്ഥനയിൽ എല്ലാ പ്രാവശ്യം വരുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കൊരു കൈവെപ്പ് കിട്ടിയിരുന്നെങ്കിൽ, അച്ഛൻ്റെ തിരുവസ്ത്രത്തിലൊന്ന് തൊടാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ബ്ലീഡിങ്ങും വയറുവേദനയും മാറുമായിരുന്നു എന്ന് പറഞ്ഞ് പല ദിവസം ആഗ്രഹിച്ചെങ്കിലും പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞ് എന്നെക്കാട്ടിലും അസുഖമുള്ളവരിവിടെ ഉണ്ടല്ലോ, അവർക്കാണ് അച്ഛൻ്റെ കൈവയ്പ്പ് ആവശ്യം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് പോവുകയായിരുന്നു പതിവ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് അതികഠിനമായ വയറുവേദനയായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ അച്ഛൻ്റെ കൈവയ്പ്പ് നടന്നുകൊണ്ടിരുന്നത് പ്രാർത്ഥിച്ചു. അപ്പോഴെല്ലാം മാതാവേ എനിക്ക് ഒരു കൈവയ്പ്പ് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ വയറുവേദന മാറുമെന്ന്, ഞാൻ തിരുവസ്ത്രത്തിലെങ്കിലും തൊടാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ വയറുവേദന മാറുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരുന്നു. അപ്പോഴാണ് ഇവിടെ തിരക്ക് കുറഞ്ഞ ആളൊഴിഞ്ഞതും എൻ്റെ കയ്യിൽ എംപ്ലോയ്മെൻറ്റിൽ വന്ന ഒരു കാർഡുണ്ടായിരുന്നു. അതിനെ ഞാൻ അവിടെ കൊണ്ടുകൊടുത്ത് ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് അത് കൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞ് അച്ഛൻ ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി അവിടെ കൊണ്ട് കാണിച്ചത്. ഒരു ലെറ്റർ ഞാനിവിടെ കൊണ്ട് കാണിക്കുകയും അച്ഛൻ ഇവിടെ വച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞത്, മോളെ എന്താണോ നിൻ്റെ ആവശ്യം അത് നിറവേറട്ടെ. ഞാൻ പ്രാർത്ഥിച്ചത് ജോലി കിട്ടാനല്ല, ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ വയറുവേദനയും ബ്ലീഡിങ്ങും മാറാനാണ് ഞാൻ അന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത്. അത് 100% എനിക്ക് മാറ്റിത്തന്ന എൻ്റെ കൃപാസന മാതാവിനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എനിക്ക് എൻ്റെ ഈ ഏജ് ഓവറായ പ്രായത്തിൽ
എനിക്ക് ഈ ഗവൺമെൻറ് ജോലിയും തന്ന് എനിക്ക് ജോലിക്ക് പോകാൻ ഈ ഇത്രയും ശക്തിയും കൃപയും തന്ന എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ 2023 ഞാൻ പത്രം വായിച്ച ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. പക്ഷേ ഞാൻ ആ പത്രം എനിക്ക് ഒരു ദിവസം പോലും വച്ചിരിക്കേണ്ടി വരില്ല. ഞാൻ കൊണ്ട് നടന്ന് എല്ലായിടവും കൊടുക്കുമായിരുന്നു. ഞാൻ PSC ഓഫീസിൽ പോകുമ്പോൾ അവിടെ കൊടുക്കും, അല്ലാതെ എവിടെ പോകണോ അവിടെയെല്ലാം കൊടുക്കും. പിന്നെ തൊഴിലുറപ്പ് സൈറ്റുകളിൽ എല്ലായിടവും എവിടെയാണോ ഞാൻ പോകുന്നത് അവിടെ കൊണ്ട് നടന്ന് ഞാൻ പത്രം കൊടുക്കും. പിന്നെ അല്ലാതെ ഞാൻ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പം പിന്നെ ഞാൻ അച്ഛൻ്റെ ധ്യാന പ്രസംഗം ഞാൻ മുടങ്ങാതെ അത് കേൾക്കുമായും രാവിലത്തെ ഉടമ്പടി പ്രാർത്ഥന, സായാഹ്ന പ്രാർത്ഥന ഇതെല്ലാം ഞാൻ മുടങ്ങാതെ ചെയ്യാറുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ അത്ര നമ്മുടെ നമ്മൾ കുടുംബ പ്രാർത്ഥന വിശ്വാസമില്ലാതെ ഇരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തത് മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസത്തോടെയുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിന് എനിക്കും എൻ്റെ കുടുംബത്തിന് സാധിക്കുന്നുണ്ട്. ഇന്ന് വരെ മുടങ്ങാതെ ആ പ്രാർത്ഥന ചൊല്ലുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഈ ധ്യാന പ്രസംഗം ഞാൻ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. ബൈബിൾ വായനയും ജപമാലയും കൃത്യമായി അത് ചെയ്യാറുണ്ട്. എല്ലാം എൻ്റെ കൃപ കൊണ്ടല്ല ലഭിച്ചത്, എൻ്റെ 100% എൻ്റെ പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ടാണ് എനിക്ക് നൽകിയതെന്ന് ഞാൻ ഇന്ന് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള അച്ഛൻ്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നെ പ്രത്യക്ഷീകരണത്തിനായിട്ട് ഉയർത്തിയതിന് കോടാനുകോടി നന്ദി പറയുന്നു. എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് കോടാനുകോടി നന്ദി. ഇനിയും നിത്യത വരെയും ഞാൻ ഉടമ്പടിയിൽ ഞാനിതിപ്പം 9ാമതാണ് പുതുക്കുന്നത്. ഇന്നത്തോടെ 9ാമത്തെ പുതുക്കലാണ്. എൻ്റെ കുടുംബത്തിന് ഞാൻ ജീവിക്കുന്ന നാളത്രയും ഉടമ്പടിയിലായിരിക്കുന്നതിന് നമ്മുടെ കുടുംബത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ കുടുംബത്തോടെ വന്ന് ഇവിടെ സാക്ഷ്യം പറയുന്നതിനും ഞാൻ പൂർണ്ണമായും 100% വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. സങ്കീർത്തനം 31:19 വചനമാണ്. ദൈവത്തെ ഭയപ്പെടുകയും അവനിൽ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്കായി ദൈവം അനുഗ്രഹങ്ങൾ ഒരുക്കി വച്ചിരിക്കുകയാണ്. ശരിയായ സമയത്ത് തക്ക സമയത്ത് അത് വെളിപ്പെടുത്തുകയും നമ്മെ ഒരിക്കലും മറക്കാത്ത ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതുമുള്ളതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ള പ്രത്യേകത. എക്സാം കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പല ഓഫീസുകളും കയറിയിറങ്ങി, പക്ഷെങ്കിൽ അല്പം താമസിക്കുകയായിരുന്നു. പിന്നീട് ഈ മകൾ പ്രാർത്ഥിച്ചത് ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണ്. അമ്മയുടെ ആ സാന്നിധ്യം മനസ്സിലാക്കാനും ആ ഉടമ്പടിയിൽ വിശ്വാസത്തിന് മുന്നോട്ട് നയിക്കുവാനുമാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ PSC എക്സാം പാസ്സാവുകയും ഇൻ്റർവ്യൂവിന് പോവുകയും ആ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും 2nd റാങ്ക് ലഭിക്കുകയും അത് തന്നെ മാത്രമല്ല, ജോലിക്ക് വേണ്ടിയിട്ട് ഒരു വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ആ വർഷം ഒരു പുതിയ വേക്കൻസി തുറന്നു കൊടുത്തുകൊണ്ടാണ് ഈ മകൾക്ക് ജോലി ലഭിക്കുന്നത്. അവിടെയും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ ഇടപെടലാണ്. അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ്. അസാധ്യമായ കാര്യങ്ങളാണ് പലപ്പോഴും നാം നിയോഗമായി സമർപ്പിക്കുന്നത്. ഇതുതന്നെയാണ് ഒരു വേക്കൻസി ഇല്ലാത്ത ഒരു സ്ഥലത്ത്, ഒരു പ്ലേസിൽ പുതിയ ഒരു വേക്കൻസി ഉണ്ടാക്കി ജോലി നൽകിയ ഒരു കൃപയുടെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ഏജ് ഓവറായ ഈ മകൾക്ക് ഒരു ഗവൺമെൻറ് ജോലി ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. സ്വപ്നം പോലും കാണുവാൻ സാധിക്കാത്തതാണ്. സാധാരണ ഒരു പ്രൈവറ്റ് ജോലിയാണ് ആഗ്രഹിച്ചത്. പക്ഷെങ്കിൽ ഇവിടെ വചനം പറയുന്നത് പോലെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഈ വചനം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വളരെ വ്യക്തമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവ ഒരുക്കി വച്ചിരിക്കുന്നതാണ്. വേക്കൻസി ഇല്ലാത്ത ഒരു പ്ലേസിൽ വേക്കൻസി ഒരുക്കി വെച്ച ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസനം അമ്മയുടെ ഒരു സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെയാണ് ഈ മകൾക്ക് സീനിയർ ടീച്ചറായിട്ട് ജോലി ലഭിക്കുകയും
ആ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. കാരണം ഏജ് ഓവർ ആയതുകൊണ്ട് ഒരു ചാൻസുമില്ല, എനിക്ക് കിട്ടാൻ വേക്കൻസിയും ഇല്ല. പക്ഷേങ്കിൽ ഇവിടെ വേക്കൻസി നൽകി ഒരു ജോലി ലഭിച്ചെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ വലിയ ഒരു കൃപയാൽ മാത്രമാണ്. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട്, അല്ലെങ്കിൽ ഇത് ഒരു ജോലി കിട്ടുവാനുള്ള ഒരു പോസിബിലിറ്റിയും ഇല്ലായിരുന്നു. ഇവിടെയെല്ലാം പിന്നെ ഉണ്ടായിരുന്നത് ഈ മകളുടെ ബ്ലീഡിംഗ് ആണ്. 10 വർഷമുണ്ടായിരുന്ന ബ്ലീഡിങ്. അത് ഈ മകൾ പ്രാർത്ഥിച്ചത് അച്ഛനെ ഒന്ന് കണ്ട് ബ്ലെസ്സിങ് മേടിക്കണം. കാരണം പലർക്കും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി രോഗസൗഖ്യം ലഭിച്ചതായിട്ട് ഈ മകൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അച്ഛൻ നമുക്കറിയാം ഒരു ആത്മീയതയിൽ ഒരു നല്ല ആസ്തിയുള്ള ഒരു വ്യക്തിയാണ്. 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആത്മീയത, ത്യാഗപൂർണമായ ഒരു പൗരോഹിത്യ ജീവിതം, ചെറുപ്പം മുതലേ അമ്മയോട് ചേർന്ന് നിന്നുള്ള ഈശോയുടെ അമ്മയെ അടുത്തറിഞ്ഞ ഒരു വ്യക്തി. ഒരു പക്ഷേ ആ ആത്മീയ ആസ്തിയിലാണ് പരിശുദ്ധ അമ്മ കൃപാസനമമ്മ ഈ ആലയത്തിൽ വന്നത്. അങ്ങനെയുള്ള ആ വിശ്വാസത്തോടെയാണ് ഈ മകൾ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചത്. ആഗ്രഹപ്രകാരം തന്നെ നമ്മുടെ ഓരോ ചെറിയ ചെറിയ ആഗ്രഹം പോലെ അമ്മ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഈ മകളുടെ ആഗ്രഹവും കയ്യിലുണ്ടായിരുന്ന ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ജോലിക്കെന്ന ഒരു രീതിയിലാണ് പ്രാർത്ഥിക്കാൻ ചെന്നത്. പക്ഷേ അക്കാര്യവും ആ പരിശുദ്ധ അമ്മ തന്നെയാണ് അച്ഛന് വെളിപ്പെടുത്തി കൊടുത്തത്. ഈ മകൾക്ക് ഡോക്യുമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന രീതിയിലാണ് ചെന്നത്. പക്ഷേങ്കിൽ പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ എല്ലാ കാര്യവും അമ്മ അച്ഛനോട് വെളിപ്പെടുത്തുന്നുണ്ട്. ജോസഫ് അച്ഛൻ ചോദിച്ചത് എന്താണോ നിൻ്റെ ആവശ്യം അത് നിറവേറട്ടെ എന്നാണ് ജോസഫ് അച്ഛൻ പറഞ്ഞത്. ആ നിമിഷം ഈ മകൾ പ്രാർത്ഥിച്ചത് ബ്ലീഡിങ് സ്റ്റോപ്പാകാനായിട്ടാണ്. 10 വർഷമുണ്ടായിരുന്ന ബ്ലീഡിംഗ് ആണ്. ആ നിമിഷത്തിൽ ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ആ നിമിഷത്തിൽ തന്നെ രോഗസൗഖ്യം ലഭിച്ചത്. സമയചുരുക്കത്തിൻ്റെ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തം വരാൻ പോകുന്നുവെന്ന് പറഞ്ഞ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യത്തിലും മുൻപിലും പിറകിലും നിൽക്കുന്ന അമ്മ. ആ അമ്മയുടെ വെളിപ്പെടുത്തലിലൂടെയാണ് അച്ഛൻ ആ വാക്ക് പറഞ്ഞത്. അന്ന് തന്നെയാണ് മകൾ ഈ സഹോദരി ബിന്ദുവിന് രോഗസൗഖ്യം ലഭിച്ചത്. കൃപാസന മരിയൻ ഉടമ്പടി. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 11:40 പറയുന്നത് പോലെ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുന്നതിൽ ലഭിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. കൃപാസനം മരിയൻ ഉടമ്പടി ഫെയ്ത്ത്ഫുള്ളി, വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമ്മൾ പാലിക്കുമ്പോൾ ദൈവം തൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. വിശ്വസിക്കാനുള്ള കൃപ നൽകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനും വിശ്വാസം ശക്തമാക്കി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ നമ്മെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബിന്ദുവിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.